ക്രിസ്മസ് എക്സാം അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പരീക്ഷാ സമയം ആയിക്കഴിഞ്ഞാൽ ഓരോരുത്തരും പഠിക്കുന്ന രീതികൾ തന്നെ വ്യത്യസ്തമാണ്. കുറച്ച് പേരൊക്കെ ഡെയിലി ബേസിസിൽ പഠിച്ചു പോകുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇതാ ക്രിസ്മസ് എക്സാം ആണെന്ന് കരുതി പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഉണ്ടാവില്ല. കുറച്ച് പേര് ഒരു മാസം മുമ്പൊക്കെ പഠിക്കുകയായിരിക്കും, ഒരു മാസം മുമ്പൊക്കെ ആയിരിക്കും പഠിച്ചു തുടങ്ങുക. ഇനി വേറെ കുറച്ച് പേരുണ്ട് ജസ്റ്റ് എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ്, ഒരു വീക്ക് മുമ്പായിരിക്കും പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ നിങ്ങൾ 5ാം ക്ലാസ്സിലായാലും അതേപോലെ ഈ ഒരു കഴിഞ്ഞ ഓണപരീക്ഷയ്ക്കൊക്കെ അതേപോലെ ഒരാഴ്ച മുമ്പ് പഠിച്ചിട്ടും വലിയ കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ വാങ്ങി വന്നവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ക്രിസ്മസ് എക്സാം വന്നാലും ടെൻഷനൊന്നുമില്ല, ജസ്റ്റ് ഒരാഴ്ച മുമ്പ് പഠിച്ചു തുടങ്ങിയാലും ഞാൻ നല്ല രീതിയിൽ മാർക്ക് വാങ്ങി പാസ്സാവും എന്നുള്ള കോൺഫിഡൻസ് ഉള്ളവരോടാണ് മിസ്സിന് പറയാനുള്ളത്. ഇപ്രാവശ്യം ക്രിസ്മസ് പരീക്ഷയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓണപരീക്ഷ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ബുദ്ധിമുട്ടാവാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്മസ് എക്സാമിനുള്ള പോർഷൻസ് നമ്മുടെ ഓണപരീക്ഷയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്റേഴ്സ് ആയിരുന്നു, അത്യാവശ്യം ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഓണപരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു കൊല്ലം 6ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സാണ് നിങ്ങളുടെ ഈ ഒരു സെക്കൻഡ് ടേമിൽ നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അത്രയും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസും സ്വാഭാവികമായിട്ടും കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ടഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ഒരു ആക്ടിവിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ധാരാളം സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും അത്യാവശ്യം ലെവൽ കൂടിയതാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഒരു ടെൻഷൻ വരും എക്സാമിന് അപ്പിയർ ചെയ്യുന്ന ഒരു സമയത്ത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് ഈ ഒരു പഠിത്തം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ധാരാളം ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആവാനുള്ള സാധ്യത ഏറെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഇപ്പോൾ ഏകദേശം നവംബർ പകുതി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മുന്നിൽ അധികം സമയമില്ല, ഒരു മാസം ഒന്നും ഇല്ല നമ്മുടെ മുന്നിൽ. അപ്പോൾ ഇനിയുള്ള അവസരങ്ങൾ പാഴാക്കി കളയാതെ നന്നായിട്ട് എഫേർട്ട് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതായത് നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു, അതിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് സ്കിപ്പ് ചെയ്ത് അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് വേഗം മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ അതിൽ അത്യാവശ്യം ധാരാളം ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താലാണ് കാര്യം. ഇപ്പോൾ നിങ്ങളുടെ സിലബസ് മാറിയതുകൊണ്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബാച്ചിൽ അവിടെയാണ് നമ്മുടെ ബാച്ചിലുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ നമ്മുടെ യുവ ബാച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ എക്സാമിൻ്റെ സിലബസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള റിവിഷൻ ക്ലാസ്സുകളൊന്നും മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ റിവിഷൻ ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിന് അത്രത്തോളം യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക മക്കളെ, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഈ ഒരു നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്കിപ്പോൾ ഫീ വരുന്നത് ജസ്റ്റ് 1499 ആണ്. ഈ ഒരു ഓഫർ പ്രൈസ് തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക മക്കളെ, ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം സിലബസ് എല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ധാരാളം എക്സ്ട്രാ ക്വസ്റ്റ്യൻസും വർക്ക് ഷീറ്റ്സും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മോഡൽ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് ധാരാളം എക്സാംസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു എക്സാം ഫിയർ മാറാനും അതേപോലെ നല്ല രീതിയിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, ധാരാളം എക്സ്ട്രാ എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ അത്യാവശ്യം മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കൂടാൻ വേണ്ടിയിട്ട് ഇടയാവും. അത് മാത്രമല്ല നിങ്ങൾക്ക് പബ്ലിക് എക്സാമിലേക്ക് അത്രയും പോർഷൻസ് നിങ്ങൾക്ക് ഈ തുടക്കം മുതലുള്ള കാര്യങ്ങൾ പബ്ലിക് എക്സാമിലേക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത്രയും കാര്യങ്ങൾ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കുറച്ച് പോർഷൻസേ പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫുൾ എ ഗ്രേഡ് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് ഇട്ട് തന്നെ ഇപ്രാവശ്യം നന്നായിട്ട് പഠിക്കുക. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.